എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ടേസ്റ്റി ആയിട്ടും നല്ല ക്രിസ്പി ആയിട്ടും ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ കിടുക്കാച്ചി അയല പൊരിച്ചതാണ്. ഈ ഒരു അയല പൊരിച്ചതിന്റെ സ്വാദറിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും ഇതുപോലെ തന്നെ നിങ്ങൾ തയ്യാറാക്കി കഴിക്കൂ. അത്രയും സിമ്പിളാണ്, നല്ല ടേസ്റ്റ് ആണ്, ആർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഈ ഒരു ക്രിസ്പി അയല പൊരിച്ചെടുക്കാനും വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് മസാലകളുടെ ആവശ്യവും വരുന്നില്ല. നമ്മുടെ വീട്ടിലെ നിത്യമുള്ള ചേരുവകൾ മാത്രം മതിയാകും. ഈ ഒരു രുചി അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കും. അത്രയ്ക്കും വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കല്ലേ. ഇന്ന് നമുക്കൊരു വെറൈറ്റി രുചിയിൽ നല്ലൊരു അയല പൊരിച്ചത് തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 5 ഇടത്തരം അയലയാണ് വെട്ടിക്കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഒന്ന് വരയൊക്കെ ഇട്ട് കൊടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു പ്രത്യേക മസാല തയ്യാറാക്കണം. ഇനി ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവില് കുരുമുളക്, 1 സ്പൂൺ അളവില് പെരിഞ്ചീരകം, 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ബോൾ വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 1 കഷ്ണം ഇഞ്ചി. ഇനി ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ഇതുപോലെ മസാലകൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരച്ച മസാല നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി മിക്സിയുടെ ജാറ് കഴിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 സ്പൂൺ അളവില് വിനാഗിരി കൂടെ ചേർക്കാം. 1 നുള്ള് മഞ്ഞൾപ്പൊടിയാണ്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ മസാലയിലേക്ക് ചേർക്കാം. അങ്ങനെ നമ്മുടെ മീനിലേക്കുള്ള മസാലയൊക്കെ ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഈ ഒരു പാത്രം മൂടി നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഞാനിപ്പോ ഉച്ചയ്ക്കാണ് ഇതുപോലെ മസാല പുരട്ടിയെടുക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് ഫിഷ് ഫ്രൈ തയ്യാറാക്കിയിരുന്നത് രാവിലെയാണ്. അപ്പൊ ഇത് രാവിലെ വരെയും നമുക്ക് ഫ്രിഡ്ജിലൊന്ന് വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. പാത്രം മൂടിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അങ്ങനെ ഒരു ദിവസം മുഴുവനും ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള അയല ഞാനിവിടെ തുറന്നു നോക്കുന്നുണ്ട്. ഇപ്പോ നമ്മുടെ അയലയുടെ ഉള്ളിലേക്ക് നല്ലതുപോലെ മസാല എല്ലാം പിടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉടൻ തന്നെ ഇതൊന്ന് പൊരിച്ചെടുക്കാം. ഇനി നമ്മുടെ മീനിന്റെ ഒരു കോട്ടിങ്ങിനായിട്ട് ഞാനിവിടെ 2 സ്പൂൺ അളവില് ഓട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 100 ഗ്രാം മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ അളവില് എരിവെള്ള മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 കോഴിമുട്ട, കുറച്ച് കറിവേപ്പില ഒന്ന് പൊടിയായി കട്ട് ചെയ്തത്. ഇനി നമുക്കിതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന കോഴിമുട്ട കൂടെ ഒന്ന് പതപ്പിച്ച് വെക്കണം. ഇനി പതപ്പിച്ചെടുത്ത മുട്ട ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം. ഈ ഒരു മുട്ടയിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച കറിവേപ്പില ഒന്ന് കട്ട് ചെയ്തിട്ട് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഓരോ മീൻ ഈ ഒരു മുട്ടയിലേക്ക് വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൂടി എടുക്കണം. ഇനി കോട്ട് ചെയ്തെടുത്ത മീൻ പൊടിയിലേക്ക് ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ എണ്ണ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി പൊതിഞ്ഞെടുത്ത ഓരോ മീനും എണ്ണയിലേക്ക് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഒന്ന് മുരിയിച്ചെടുക്കാം. ആദ്യം മീൻ എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അടുത്തത് നമുക്കിതുപോലെ തന്നെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. വീണ്ടും പൊടിയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ പൊതിഞ്ഞെടുക്കാം. നമ്മൾ പൊതിഞ്ഞെടുക്കുന്ന സമയത്ത് ഒരുപാട് നേരമൊന്നും പൊതിഞ്ഞെടുക്കരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് പൊടി നനഞ്ഞു പോവാനും മസാലയൊന്നും മീനിലേക്ക് പിടിച്ചു കിട്ടാതെ പോകുകയും ചെയ്യും. അങ്ങനെ അടുത്ത മീനും എണ്ണയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മൂന്നാമതും നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. താഴെ ഭാഗം നല്ല പോലെ തന്നെ മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത വശവും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് മുരിയിച്ചെടുക്കണം. എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റുമ്പോൾ ഫുൾ ഫ്ലെയിമിലായിരിക്കണം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതും. അങ്ങനെ നമ്മുടെ മീൻ ഇവിടെ ഒരു ഭാഗം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി മറുഭാഗവും ഇതുപോലെ തന്നെ ഒന്ന് മുരിയിച്ചെടുക്കാം. 2 വശവും നല്ല ക്രിസ്പി ആയിട്ട് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ നമുക്ക് എണ്ണയിൽ നിന്നും കോരിയും കൂടെ മാറ്റാം. അപ്പോൾ എത്ര എളുപ്പത്തിലാണ് കൂട്ടുകാരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല ക്രിസ്പി ആയിട്ടുള്ളതുമായ മീൻ ഇവിടെ പൊരിച്ചെടുത്തിട്ടുള്ളത്. ഇതുവരെയും ഈ ഒരു രീതിയിൽ മീൻ പൊരിച്ചെടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. തയ്യാറാക്കി നോക്കുമ്പോൾ ഈ ഒരു റെസിപ്പിയുടെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കല്ലേ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഇനി കാണാനിരിക്കുന്ന പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ കണ്ടുമുട്ടും വരെയും വീണ്ടും കാണാം.